കുലുക്ക് സർബത്തും ബാക്കിയെല്ലാം കണ്ടില്ലേ. ഇപ്പം ഞാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പനങ്കരിക്ക്, അതായത് നമ്മളെ നൊങ്കൊക്കെ ഇല്ല, നൊങ്ക്, അതിൻ്റെ വെള്ളം, ഇതൊക്കെ കിട്ടുന്ന ഒരു സ്ഥലത്താണ്. ഇത് നമ്മുടെ റോഡിലും പല സ്ഥലത്തും ഉണ്ട്. ഇതും ചൂടിനെതിരെ നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇത് തമിഴ്നാട്ടിൽ നിന്നൊക്കെയാണ് ഇവർ കൊണ്ടുവന്നത്. അണ്ണേ വണക്കം, പേരെന്നാ? മുരുകൻ. ഇത് എങ്ങനെയെന്ന്? പാലക്കാടാണ് ഇപ്പം മെയിനായിട്ട് അല്ലേ, മെയിനായിട്ട് പനം ഇതുള്ളത്. ഇത് ചൂട് സീസണിൽ വളരുന്നതാ അല്ലെങ്കിൽ വളരുന്നത്? അപ്പോൾ എനിക്കിതൊരു പനനങ്ങ എടുത്ത് തന്നിട്ടുണ്ട്. ഇത് എന്തൊക്കെയാ കൊണ്ടുവരുന്നത് ശരിക്കും ഈ പനയുടെ? ഓ, വണ്ടിയിൽ കൊണ്ടുവന്നാണ്. എങ്ങനെ ഇത് നമ്മൾ പന എന്നാ വലിയ ടെമ്പോയിൽ കയറ്റി വരും? ഇതെല്ലാം അവിടുന്ന് പോയി ചെത്തി ഇറക്കി നമ്മ തോട്ടം തന്നെ അല്ലേ പാട്ടത്തിക്ക വിലക്ക് മേടിക്ക് വരും? എവ്വളോ അങ്ങ ഇത്? ഓണർ വേറെ ആളിതാ. അപ്പൊ ഇവരെല്ലാം ഓണേഴ്സ് വേറെ ആളാണെങ്കിലും നമുക്ക് ഇദ്ദേഹമാണ് ഇവിടെ കൊടുക്കുന്നത്. ഇങ്ങനെ പല തരത്തിലും ഉണ്ട്. ഇതൊക്കെ നടക്കട്ടെ, പല തരത്തിലുണ്ട്. ഞാൻ പനനങ്ക ഒരെണ്ണം അങ്ങോട്ട് സാപ്പിടാൻ പോവാണ്. നിങ്ങൾ പതുക്കെ കഴിക്കുമ്പോഴേക്കും ആ ഒരു വെള്ളം ഇങ്ങനെ ചാടി വരില്ല. നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഞാനിവിടെ ക്രൗഡ് കണ്ടിട്ടാണ് നിർത്തിയത് ഫസ്റ്റ്. അപ്പോൾ ആൾക്കാർ ഇങ്ങനെ പതുക്കെ പനനൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇപ്പോഴും ക്രൗഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ചൂടിനെ റെസ്റ്റ് ചെയ്യാൻ എല്ലാവരും ഇപ്പോൾ പ്രിക്കോഷൻസ് ആയിട്ട് ഇങ്ങനത്തെ സംഭവങ്ങളും എല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണ്. മൊത്തം തോട് അങ്ങ് പൊടിച്ച് തന്നിട്ട് അങ്ങനെ കുടിക്കാൻ എന്തോ ഉണ്ട് നമ്മുടെ കലത്തിൽ. എന്തോ അല്ല, ഇതിൻ്റെ നീര് തന്നെയാണ്. നമുക്ക് നോക്കാം. അത് കണ്ട അങ്ങനെ വെട്ടണം എന്ന് പറഞ്ഞാൽ അണ്ണൻ ശരിക്കും അതിങ്ങനെ എടുത്തിട്ട്, അതായത് ഇത് ഒന്ന് ജസ്റ്റ് ഒരു ചെറിയൊരു പാളിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് മൊത്തം നീര്, അതിൻ്റെ ഉള്ളിലത്തെ കരിക്ക് മൊത്തം വെള്ളം മൊത്തം പോവും. അതൊക്കെ നല്ല രീതിയിൽ തന്നെ വെട്ടി ആ വെള്ളം പോകാണ്ടാണ് നമുക്ക് ആൾക്കാർക്ക് തരുന്നത്. എന്താ കറക്റ്റായിട്ട് എടുത്ത് ഒരു തുള്ളി അതിൻ്റെ ഉള്ളിലുള്ള വെള്ളം മൊത്തം ഒന്നും പോകുന്നില്ല, ഒരു തുള്ളി പോലും പോകുന്നില്ല. അത് ക്രൗഡുണ്ട്, അവരെല്ലാം കൊടുക്കട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ എനിക്കതിനുള്ള ആ വെള്ളം, ഇത് പനങ്കരിക്ക്, ഇത് എന്നാ ചക്കര ഉണ്ടാക്കാം. നൊങ്ക് ഇതാണ്. അത് പനഞ്ചക്കര പാനി ചക്കരപ്പാനി എന്ന് പറഞ്ഞ സംഭവമാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഇതും നല്ലൊരു മധുരമൊക്കെ ഉള്ള നല്ലൊരു സംഭവമാണ്. മിക്കവാറും നമ്മൾ കുഴിക്കാറും കഴിക്കാറൊക്കെ ഉണ്ടല്ലോ. എന്തായാലും ഇതൊന്നും കൊടുത്തിട്ടുണ്ട്, നമുക്ക് അത് ട്രൈ ചെയ്യാം. ഇപ്പം എനിക്കും കൂടി ഇപ്പോൾ ഇവിടെ ഒരു ചേട്ടന്മാർ കുറച്ച് പാനി വാങ്ങിക്കാൻ വന്നിട്ടുണ്ട്. സ്ഥിരം കസ്റ്റമറാണല്ലേ. ശരിക്കും ചൂടൊക്കെ കാരണമായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ അത് കൊടുക്കട്ടെ, നമുക്ക് അത് കഴിഞ്ഞിട്ട് ഇപ്പം തരും. ഇതിൽ നിന്ന് പാനിയാണല്ലോ കൊടുക്കണേ. ഇത് ഇത്തിരി കൂടി എള്ളമാണ്. ഇളം ഇളക്കിയിട്ട് കൊടുക്കും. കൂളിംഗ് ആവും. മായമില്ലാണ്ടുള്ള ഇങ്ങനത്തെ സംഭവങ്ങളാണല്ലേ. അത് സത്യം കേട്ടോ. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ മാത്രമേ നമുക്ക് ഇതിനകത്തൊന്നും നമുക്ക് മായം ചേർക്കാൻ പറ്റില്ലല്ലോ. ബാക്കിയെല്ലാം മായം കുഴപ്പമില്ല, സ്ഥിരം കഴിക്കണല്ലേ. അണ്ണ എനിക്ക് ഒരെണ്ണം കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇളത്തിന് മധുരം കൂടുതൽ ജാസ്തി, വെള്ളത്തിൽ ഇളക്കിടുമ്പോൾ നല്ല തണുപ്പായിട്ട് വരും. എന്നാ ഉള്ളിലത്തെ പുണ്ണല്ലാമേ. ഇതൊരു ഔഷധം കൂടാണെന്ന് പറയണത്. നമ്മുടെ ഉള്ളിൽ വയറിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവണ പല ചെറിയ ബാക്ടീരിയസ് ബാക്കി അസുഖങ്ങളൊക്കെ മാറി കിട്ടുന്ന പറയണേ. അപ്പോൾ എനിക്ക് പനനരിക്കിൻ്റെ ഉള്ളിലത്തെ സംഭവം ഇട്ട് തന്നു. നമ്മുടെ പാനി ഇത് തന്നെ, ഇത് നീര്, പനയുടെ നീര് എടുക്കും. ഓക്കെ, ഞാൻ കുടിക്കാൻ പോവാ. നല്ല മധുരം, ഒപ്പം ചെറിയൊരു ചവറും. പക്ഷെ അത് നമുക്ക് സൂഹിക്കുന്നുണ്ട്. ആ കള്ളിൻ്റെ അല്ലേ, പനങ്കള്ളിൻ്റെ ഒക്കെ ചെറിയൊരു മണം, ആ ഒരു പനത്തിൻ്റെ ആ ഒരു മണമൊക്കെ കറക്റ്റായിട്ട് ഇതിനകത്തുണ്ട്. ഇത് ഷുഗറും അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല, എല്ലാം കൊള്ളാം. അപ്പം അണ്ണേ നന്ദി. അപ്പം ഇനിയും കൊടുത്തോളൂ. അപ്പം ഞാൻ പതുക്കെ അങ്ങോട്ട് പോവാ. അപ്പോൾ നമ്മൾ കണ്ടല്ലോ, ഇതൊക്കെയാണ് ചൂടിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള പല പല സംഭവങ്ങൾ. എന്താ പറയുക, ഇങ്ങനെ ഓരോന്ന് നമ്മൾ പ്രിക്കോഷൻസും, അതല്ലെങ്കിലും ഇങ്ങനെ നല്ല ചൂടൊക്കെ വരുമ്പോൾ എടുത്ത് നമ്മൾ കുടിക്കുക, ധാരാളം വെള്ളം കുടിക്കുക. ഏറ്റവും ബെസ്റ്റ് അതാണ്. നമ്മുടെ ടോക്സിൻസും ബാക്കിയെല്ലാം പോകണം ഈ ചൂട് കാലത്ത്. ഡീഹൈഡ്രേഷനുള്ള സംഭവമാണ് ഉള്ള സമയമാണ്. നന്നായിട്ട് വെള്ളം കുടിക്കുക. ഇതുപോലെ പ്രോട്ടീൻസും ബാക്കി അസുഖങ്ങളൊക്കെ മാറ്റുന്ന പല പല സംഭവങ്ങൾ, പല പല
ജ്യൂസസ് ആയാലും നീരുകളായാലും എല്ലാം നമ്മുടെ നാട്ടിൽ കിട്ടാനുണ്ട്. ഒന്നിൽ വരുത്തിയായാലും ഇവിടെ ആൾക്കാർ വിൽക്കുന്നുണ്ട്. നമ്മളതെല്ലാം നാടൻ രീതിയിൽ നമ്മുടെ നാട്ടിൽ കൂടെ നടന്ന്